ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഏവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും സുഖമൊന്നും ആയിരിക്കില്ല, ചുമ്മാ നമുക്കൊന്ന് പറയാമെന്നുള്ളതേ ഉള്ളൂ. ശരി, എനിക്ക് നിങ്ങളോട് പറയാൻ ഒരു ചിന്ന കാര്യമുണ്ട്. എന്ത് സത്യവും ശരിയാണ്, നമുക്ക് തോന്നുന്ന ഒരു സത്യമുണ്ടല്ലോ, അത് പെട്ടെന്ന് വിളിച്ചു പറയരുത്. നമ്മുടെ ഇന്നത്തെ മത, രാഷ്ട്രീയ, സാമൂഹിക സാഹചര്യമനുസരിച്ച് നമുക്ക് മനസ്സിലായതാണ് സത്യം, ഇതൊന്ന് തുറന്നു പറയണം എന്ന് ഒരിക്കലും ആവേശ കമ്മിറ്റിയുടെ സെക്രട്ടറി ആകരുത് നമ്മൾ ആരും. അങ്ങനെ നമ്മൾ മനസ്സിലാക്കിയ സത്യം തുറന്നു പറഞ്ഞാൽ ഗ്രിപ്പില്ലാതെയായി പോകും. കുടുംബത്ത് സമാധാനം ഉണ്ടാവില്ല, എന്തെങ്കിലും ഒരു ചെറിയ തൊഴിലെടുത്ത് ജീവിക്കാൻ പറ്റില്ല. ഇനി വാടകയ്ക്കാണ് നമ്മൾ വീട്ടിൽ താമസിക്കുന്നതെങ്കിൽ പറയാനുമില്ല, അപ്പൊ തന്നെ പെട്ടിയും കിടക്കയും ഒക്കെ പൊതിഞ്ഞ് റെഡിയാക്കി വെക്കുക. കാരണം നമ്മുടെ നാട്ടില് എല്ലാ ആളുകളും, ഏതാണ്ട് 99% ആളുകളും മതപ്രീണകരെ മതപ്രീണനം നടത്തി ജീവിക്കുന്നവരാണ്. ഈ മതതീവ്രവാദികളെ ഭയന്ന് ജീവിക്കുന്നവരാണ്. നമ്മൾ വിചാരിക്കും ഇവര് കാക്കിയിട്ടതും ഗവൺമെന്റ് സർവീസിൽ സേവനം അനുഷ്ഠിക്കുന്നതുമൊക്കെ സദാചാരം പുലർത്താനാണ്, ഭരണഘടന നിലവിൽ കൊണ്ടുവരുന്നതിനു വേണ്ടിയാണ്, അതല്ലെങ്കിൽ അത്തരം നിയമങ്ങൾ പാലിക്കുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ ഒന്നും ചിന്തിക്കരുത്. ഈ മത തീവ്രവാദികളെ തലങ്ങും വിലങ്ങും ഏതൊക്കെ രൂപത്തിൽ പ്രീണിപ്പിക്കാമോ ആ രൂപത്തിൽ മുന്നോട്ട് പോകുക. ഇപ്പോ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് സന്ദർഭം നമുക്കറിയാലോ. ആ സമയത്ത് എനിക്കെതിരെ ഒരു കേസ് വന്നു. നമുക്കറിയാം, മതസ്പർദ്ധ, മതവികാരം ഇളക്കി വിട്ടു. അല്ല, അള്ളാഹു ഉണ്ടാക്കിയ മതം, പ്രവാചകൻ പഠിപ്പിച്ച ദീന് ഞാൻ ഒരാള് വിചാരിച്ചാൽ അത്ര പെട്ടെന്ന് മതവിശ്വാസികളുടെ മതവികാരം അങ്ങ് വ്രണപ്പെടുവോ? അല്ല, ചോദിച്ചതാണ്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. അല്ലാഹുവിന്റെ മതമാണ് ഇസ്ലാം. ഹിന്ദു മതം, ക്രിസ്ത്യൻ മതം, അതല്ലെങ്കിൽ ജൈന മതം, ബുദ്ധമതം, പാർസി മതം, നമുക്കറിയുന്നതും അറിയാത്തതുമായ 1,900 മതങ്ങളും അതിലേറെ ആചാരങ്ങളും വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും മതപ്രചാരകരും ഒക്കെയുള്ള ഈ നാട്ടിൽ, ഈ ലോകത്ത് അള്ളാഹു എന്ന സൃഷ്ടാവിനു വേണ്ടി മാത്രം ഒരു മതം, അതായത് മുസ്ലിം അള്ളാഹു, മുറിയൻ അള്ളാഹു, അങ്ങനെ പറഞ്ഞാൽ മതവികാരം പെട്ടെന്ന് വ്രണപ്പെടും. നിങ്ങളുടെ കേസ് കൊടുക്കുക. എന്നാ താൻ കേസ് കടന്ന് പറഞ്ഞില്ലേ, കൊണ്ടേ കേസ് കൊടുക്കുക, ഒരു കുഴപ്പമില്ല. ഇത് ഞാനും ജനിച്ച മതമല്ലേ. പിന്നെ ഏതു മതവികാരങ്ങൾക്കാണ് സ്പർദ്ധയുണ്ടാകുന്നത്? വളരെ പെട്ടെന്ന് ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുമ്പം എന്തിനാ പുള്ളയെ തുള്ളുന്നേ? ഞാൻ ഏതിനെ വിമർശിച്ചിട്ടുണ്ടെങ്കിലും ശരി, വസ്തുനിഷ്ഠമായി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആവേശത്തിൽ എടുത്തു ചാടിയിട്ടുള്ളതല്ല, ആരെങ്കിലും പറഞ്ഞത് കേട്ടിട്ട് അങ്ങനെ പറയുന്നതല്ല, ആരെങ്കിലും എഴുതി തന്നത് നോക്കി വായിക്കുന്നതല്ല. ഞാൻ മനസ്സിലാക്കിയതിനനുസരിച്ചിട്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. മതം എന്താണ് എന്ന് ആരെങ്കിലും പറഞ്ഞു പഠിപ്പിച്ചതല്ല, ഞാൻ സ്വയമേവ പഠിച്ചതല്ല. മറിച്ച് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു മതസ്ഥാപനത്തിൽ നിന്നും ഈ മതഗ്രന്ഥങ്ങൾ വിശകലനം ചെയ്ത് പഠിച്ച് ഞാൻ എത്രമാത്രം അതിൽ നിന്ന് ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് ഒരു യൂണിവേഴ്സിറ്റിയെ ബോധ്യപ്പെടുത്തി സർട്ടിഫിക്കറ്റും വാങ്ങി. അല്ല, ഇതൊക്കെ ഉണ്ടെങ്കിലേ മതത്തെ വിമർശിക്കാൻ പാടുള്ളൂ എന്നുണ്ടോ? നമുക്ക് മനസ്സിലാകുന്ന ഒരു സമയമല്ലേ അതേ പറഞ്ഞിട്ടുള്ളൂ. പറഞ്ഞത് ശരിയല്ലെങ്കിൽ ആർക്കെങ്കിലും വളരെ പെട്ടെന്ന് മതവികാരം വ്രണപ്പെട്ടു പോയി, എനിക്കിനിയും പടച്ചോനെ വിളിക്കാൻ തോന്നുന്നില്ല, നമസ്കരിക്കാൻ തോന്നുന്നില്ല, സക്കാത്ത് കൊടുക്കാനും നോമ്പ് പിടിക്കാനും അനുഷ്ഠാന കർമ്മങ്ങൾ ഒന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ തോന്നുന്നില്ല, ജാമിദാദാ പടച്ചവനെ ഇങ്ങനെ പറഞ്ഞു, അതല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന, ഞാൻ ഫോളോ ചെയ്യുന്ന പ്രവാചകനെ സംബന്ധിച്ച് ജാമിദ ഇന്നത് പറഞ്ഞു, അതുകൊണ്ട് എനിക്ക് നമസ്കാരത്തിൽ ഏകാഗ്രത കിട്ടുന്നില്ല, എനിക്ക് നോമ്പ് പിടിക്കാൻ തോന്നുന്നില്ല, എന്റെ വിശ്വാസം ഒക്കെ പാടെ
ഇല്ലാതായി പോയി എന്ന് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അതല്ലേ മതവികാരം വ്രണപ്പെടുക? അങ്ങനെയുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് തെറ്റാണ് എന്ന് തെളിയിക്കാനുള്ള ധാർമ്മികമായ മിനിമം ഉത്തരവാദിത്വം നിങ്ങൾക്കുള്ളതാണ്. എന്റെ വിശ്വാസം ചഞ്ചലമാണ്, അതല്ല അചഞ്ചലമാണ്, ഇതങ്ങ് പ്രഖ്യാപിച്ചാൽ തീരാവുന്ന വിഷയമേ ഉള്ളൂ. ഇപ്പോ സാക്കിർ നായിക്കിന്റെ മുമ്പില് വലിയ ഒരു പ്രോഗ്രാം നടക്കുന്നു, ഒരുപാട് പേര് വന്നിരിക്കുന്നു. ഒരു 40 വയസ്സുകാരി എഴുന്നേറ്റ് നിന്ന് സാക്കിർ നായിക്കിനോട് ഒരു ചോദ്യം ചോദിക്കുന്നു. തിരിച്ച് സാക്കിർ നായിക്ക് പറയുന്നു, ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടിയാൽ നിങ്ങൾ ഷഹാദ സ്വീകരിക്കുമോ? അങ്ങനെ ഞാൻ പറഞ്ഞു തരുന്ന സത്യസാക്ഷ്യ വാക്യം ചൊല്ലി, അത് കള്ളസാക്ഷ്യമാണേ, സത്യസാക്ഷ്യ വാക്യം ചൊല്ലി നിങ്ങൾ മുസ്ലിം ആകുമോ എന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് ഉത്തരം പറയാൻ ഞാൻ റെഡിമെയ്ഡ് വ്യക്തിയല്ല. അപ്പോ നിങ്ങളുടെ വിശ്വാസം നിങ്ങൾക്ക് ദൃഢമാണെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് പെട്ടെന്ന് മറ്റൊരു വിശ്വാസത്തിലേക്ക് പോകാൻ സാധിക്കുന്നത്? ഇത് ക്രിയേറ്റ് ചെയ്ത ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണെന്നും റെഡിമെയ്ഡ് ആയിട്ടുള്ള ഒരു ചോദ്യകർത്താവാണെന്നും സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണെന്നും പറഞ്ഞാൽ നിങ്ങൾ എനിക്കെതിരെ കേസ് കൊടുക്കുവോ? അതിനേക്കാൾ എന്ത് എളുപ്പമാണ് അങ്ങനെ അല്ല എന്ന് തെളിയിക്കാൻ. ആ സ്ത്രീയെ കൊണ്ട് തന്നെ പറയിപ്പിച്ചാ പോരെ, കഴിഞ്ഞില്ല കാര്യം. പിന്നീട് അതിന്റെ പിന്നാലെ തെളിവുകൾക്ക് വേണ്ടിയിട്ട് ഒരാളും വരില്ലല്ലോ. അപ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം അത്രമാത്രം ദൃഢമാണ് എന്നുറപ്പുണ്ടെങ്കിൽ ഒരു ജാമിത അല്ല, 1000 ജാമിത ഇസ്ലാമിനെ വിമർശിച്ചാലും ശരി, നിങ്ങൾക്ക് ചലിക്കാൻ കഴിയില്ല. ഞാനിപ്പോ ഒരു മതത്തെയും വിശ്വസിക്കാത്ത ആളാണ്, ഒരു മതദൈവങ്ങളെയും അംഗീകരിക്കാത്ത ആളാണ്. എന്റെ പൊതുജീവിതത്തിന്റെ നിഖില മേഖലകളിലും ഒരു ദൈവവിശ്വാസത്തിന്റെ ആവശ്യമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഒരു മതവിശ്വാസി വന്നിട്ട് മതത്തെക്കുറിച്ച് പറഞ്ഞാലുടനെ എന്റെ ആ ഒരു ആശയമൊന്നും മാറത്തില്ല, ഉറപ്പുണ്ട് എനിക്ക്. കാരണം ഞാൻ എന്റെ ബോധ്യങ്ങൾക്കനുസൃതമായി ജീവിക്കുന്ന ആളാണ്. അപ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ മതവിശ്വാസം, നിങ്ങളുടെ ദൈവവിശ്വാസം, മതഗ്രന്ഥങ്ങളിലെ വിശ്വാസം അത്രമാത്രം ദൃഢമായതാണെങ്കിൽ ലോകത്തൊരു ശക്തിക്കും നിങ്ങളെ പിന്തിരിപ്പിക്കാൻ കഴിയില്ല. പിന്നെ നിങ്ങളുടെ ഏത് വികാരം വ്രണപ്പെട്ടെന്നാണ് നിങ്ങൾ കേസിന്റെ പിന്നാലെ നടക്കുന്നത്? ഇപ്പോ നിങ്ങൾക്ക് കേസ് കൊടുക്കാം, ജാമിത. എന്റെ പ്രവാചകനെ ഇതാ പറഞ്ഞിരിക്കുന്നു, എന്റെ പ്രവാചകൻ അങ്ങനെയല്ല, ന്യായം. അത് സ്ഥാപിക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കാണല്ലോ. അങ്ങനെ ഒരു സ്പേസ് എനിക്ക് കിട്ടിയാലല്ലേ എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്ന് എനിക്ക് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ കഴിയൂ. അപ്പോ എനിക്ക് മറ്റുള്ളവർക്ക് അത് ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള സ്പേസ് ആണ് കേസുകളിലൂടെ ലഭിക്കുന്നത്. കേരളത്തിലെ 14 ജില്ലകളിലും നിങ്ങൾ മാറി മാറി കേസിട്ടോ ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞത് എന്താണ് എന്ന് ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം എനിക്കാണ്. ഞാൻ പറഞ്ഞതിന് ഉത്തരവാദി ഞാൻ മാത്രമാണ്, അത് കേട്ടതിന് ഉത്തരവാദിയും മനസ്സിലാക്കിയതിന് ഉത്തരവാദിയും നിങ്ങളാണ്. അപ്പോ ഞാൻ ഇസ്ലാമിനെ സംബന്ധിച്ച്, ഖുർആനിനെ സംബന്ധിച്ച്, ഹദീസുകളെ സംബന്ധിച്ച് എന്താണോ പറഞ്ഞത് അത് വസ്തുനിഷ്ഠമായി തെളിയിക്കാനുള്ള ബാധ്യത എനിക്കാണ്. അതിനുള്ള സ്പേസ് നിങ്ങൾ എനിക്ക് തരുന്നു. കേസുകളിലൂടെ എവിടെയും ബോധ്യപ്പെടുത്താൻ ഞാൻ തയ്യാറാണ്. പിന്നെ നിങ്ങൾ എനിക്ക് 1 or 9 കേസിട്ടു, ശരി, കോടതിയൊക്കെ കയറി ഇറങ്ങട്ടെ, ഒരു കുഴപ്പമില്ല. എനിക്കിത് ജനങ്ങളോട് പറയാനുള്ള ഒരു സ്പേസ് നിങ്ങൾ ഉണ്ടാക്കി തരുന്നതല്ലേ, അത് ഞാൻ വേണ്ടെന്ന് പറയുമോ? പിന്നെ ഈ കേസും പുകിലും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ ഈ മതവിമർശനമൊക്കെ നിർത്തി, അയ്യോ മുറിയന്മാര് നമ്മളെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല, അതുകൊണ്ട് ഇനി ഇതൊക്കെ നിർത്തി സ്വസ്ഥമായിട്ട് മാപ്പും കോപ്പും ഒക്കെ പറഞ്ഞങ്ങ് ജീവിക്കാമെന്നാണെങ്കിലേ എന്റെ വാപ്പ വേറെ ആളായിരിക്കണം. അതുകൊണ്ട് ഒറ്റ തന്തയ്ക്കുണ്ടായ മോളാണ് ഞാൻ. ഒറ്റ തന്തയ്ക്ക് മക്കളുണ്ടാകും, ശരിയാണ്, നമ്മുടെ നാട്ടിൽ ഒരു പ്രയോഗമാണത്. പല പുരുഷന്മാരുമായിട്ടൊരു സ്ത്രീ ബന്ധപ്പെട്ടാലും ഏതെങ്കിലും ഒരു ബീജം തന്നെ ലക്ഷണമൊത്ത ഒരു അണ്ടവുമായി സംയോജിക്കും. അതുകൊണ്ട് ഏതെങ്കിലും ഒരു തന്തയ്ക്ക് തന്നെ മക്കളുണ്ടാകും. പോട്ടെ, എന്തായിരുന്നാലും എന്റെ വാപ്പ കൃത്യമായിട്ടുള്ള നിലപാടുള്ള വ്യക്തിയായതുകൊണ്ട് എന്റെ ബോധ്യത്തിനനുകൂലമായി ഞാൻ ഉറച്ച നിലപാടുമായി തന്നെ മുന്നോട്ട് പോകും. ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു അത് ചോദിക്കാം നിങ്ങൾക്ക്, അത് ഞാൻ പറയും. ഇസ്ലാമിനെ വിമർശിച്ചു, എന്തുകൊണ്ട് പറയാം. ഈ ഇസ്ലാം എന്നത് എന്റെയും കൂടി മതമാണെന്ന് മറക്കരുത്. ബൈ ബർത്ത് ഇത് എന്റേതും കൂടിയാണ്. ഞാന് വേറെ മതങ്ങളെ പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് മതസ്പർദ്ധ ആരോപിക്കാൻ പറ്റൂ. ഇത് എനിക്കൊരു സുവർണ അവസരം ലഭിച്ചു. എന്തുകൊണ്ട്? ഞാൻ ജനിച്ച മതത്തെ നന്നാക്കാൻ ഞാൻ ശ്രമിക്കുന്നു. എന്റെ മാതാപിതാക്കളും ഭർത്താവും മക്കളും സഹോദരങ്ങളും ഒക്കെയുള്ള മതം
നന്നായി കാണണം എന്ന് ഞാൻ ആഗ്രഹിച്ചത് തെറ്റാണോ? ഇതിനകത്തുള്ള സ്ത്രീ വിരുദ്ധതകളും ജനാധിപത്യ വിരുദ്ധതകളും മാനവിക വിരുദ്ധതകളും തുറന്നു പറഞ്ഞു എന്നതാണോ ഞാൻ ചെയ്ത തെറ്റ്? അതൊരു തെറ്റാണെങ്കിൽ ആ തെറ്റങ്ങ് തുടർന്ന് പോകാൻ തന്നെയാണ് എന്റെ തീരുമാനം. അതുകൊണ്ട് മാപ്പ് പറയിപ്പിക്കാൻ നിങ്ങൾ എത്ര പഠിച്ച പണി 18 ചെയ്താലും ശരി, ചെയ്യാത്ത തെറ്റിന് മാപ്പ് ചോദിക്കത്തക്ക രൂപത്തിലുള്ള വിവരദോഷിയല്ല ഞാൻ. നന്ദി.